നീനവ പട്ടണത്തിന്റെ ഉദയം. പ്രാചീന ചരിത്ര സ്മരണകൾ അയവിറക്കി നിറഞ്ഞൊഴുകുന്ന ടൈഗ്രീസ് നദി. അതിന്റെ കരയിലെ ഫലപുഷ്ടി നിറഞ്ഞ മനോഹരമായ പ്രദേശം. പൗരാണിക കാലത്ത് പല നാടുകളിലായി സഞ്ചരിക്കുന്ന ജനത ആ പ്രദേശത്തെത്തി. അവർക്കവിടം വിട്ടുപോവാൻ മനസ്സു വന്നില്ല. വന്നു ചേർന്നവരിൽ ഏറെപ്പേരും അവിടെ താമസമാക്കി. ജലസേചനം കൃഷിഭൂമിയെ സമ്പന്നമാക്കി. ധാന്യക്കതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന വിശാലമായ കൃഷിയിടങ്ങൾ. പലതരം പഴങ്ങൾ പഴുത്തുപാകമായി നിൽക്കുന്ന മനോഹരമായ തോട്ടങ്ങൾ. അന്തിയുറങ്ങാൻ അനേകം വീടുകൾ. ഐശ്വര്യം അവർക്കിടയിൽ ഒഴുകി നടന്നു. ജനസംഖ്യയും ഭരണാധികാരികളും. ജനവാസം കൂടിക്കൂടി വന്നു. അങ്ങനെ അതൊരു പട്ടണമായി മാറി. ആ പുരാതന പട്ടണം ചരിത്രത്തിൽ നീനവ എന്നറിയപ്പെട്ടു. ഇറാഖിൽ മൗസിലിനടുത്താണ് ഈ പട്ടണം. നീനവ ജനനിബിഡമായ പട്ടണമായി മാറി. അവിടത്തെ ജനസംഖ്യ 1,00,000 ഈസാനബി ജനിക്കുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്ന ഒരു പട്ടണത്തിൽ 1,00,000 ജനസംഖ്യയുണ്ടായിരുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ പട്ടണത്തിന്റെ പ്രാധാന്യമെന്തായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അശൂർ രാജാക്കന്മാർ നീനവ ഭരിച്ചുവെന്ന് ചരിത്രത്തിൽ കാണാം. അസീറിയന്മാർക്കാണ് അശൂർ എന്ന് പറയുന്നത്. അശൂർ എന്ന പേരിൽ ഒരു പട്ടണം നിലനിന്നിരുന്നു. അശൂർ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ നീനവയിൽ ഉയർന്നുവന്നു. രാജാക്കന്മാർ ആഡംബരപൂർണമായ ജീവിതം നയിച്ചു. നാട്ടിലെ പ്രമുഖന്മാർ ഉയർന്ന വീടുകളിൽ താമസിക്കുകയും സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്തുപോന്നു. തൊഴിലും സമൃദ്ധിയും ദുർമോഹങ്ങളും. ധാരാളം തൊഴിലവസരങ്ങളുമുണ്ട്. ജനങ്ങൾക്കാവശ്യമായ സാധനങ്ങൾ നിർമ്മിക്കാൻ നിപുണരായ തൊഴിലാളികൾ വേണം. കൈത്തൊഴിലുകൾ വളർന്നുവന്നു. തൊഴിലറിയുന്നവർക്ക് നല്ല വരുമാനം കിട്ടി. കൊത്തുവേലക്കാർക്കും കലാകാരന്മാർക്കും നല്ല അവസരങ്ങളുണ്ട്. അതൊന്നുമറിയാത്തവർക്ക് കൃഷിയിടങ്ങളിൽ ഇഷ്ടം പോലെ ജോലിയുണ്ട്. എല്ലാവർക്കും ജോലി, എല്ലാവർക്കും വരുമാനം. എല്ലാ വീടുകളിലും ഐശ്വര്യം കളിയാടി നിന്നു. സമ്പത്തും സമൃദ്ധിയും വന്നപ്പോൾ നീനവക്കാരുടെ മനസ്സിൽ പലതരം ദുർമോഹങ്ങൾ വളർന്നുവരാൻ തുടങ്ങി. ഫലസ്തീനിനെ ആക്രമിക്കുക, കൊള്ളയടിക്കുക, അവിടെയുള്ള ഇസ്രയേല്യരെ തടവുകാരാക്കുക, അവരെ നീനവായിൽ കൊണ്ടുവന്നു പണിയെടുപ്പിക്കുക. അധിനിവേശവും അടിമത്തവും. രാജാവും കൂട്ടരും അതിനുള്ള പദ്ധതി തയ്യാറാക്കി. ആയിരക്കണക്കായ തടവുകാരെ കിട്ടിയാൽ അവരെക്കൊണ്ട് എന്തെല്ലാം പണികൾ ചെയ്യിക്കാം. കാലികളെ മേയ്ക്കാൻ ധാരാളം പേരെ വേണം. വീടുകളിലെ ശുചീകരണത്തിനും അടുക്കളപ്പണിക്കും ആളുകളെ വേണം. കൃഷിപ്പണിക്കും ആളെ വേണം. കൊട്ടാരക്കാര്യങ്ങൾ നോക്കാൻ തന്നെ എത്ര പേർ വേണം. ഇസ്രയേല്യരെ അടിമകളാക്കുക. എങ്കിൽ ഇതൊക്കെ നടക്കും. മനസ്സിൽ മോഹം വളർന്നു. സൈനിക സജ്ജീകരണങ്ങൾ ഒരുങ്ങുകയായി. എല്ലാ കുടുംബക്കാരും അതിൽ പങ്കാളികളായി. വമ്പിച്ച സൈന്യം പുറപ്പെട്ടു. അവർ ഫലസ്തീനിലെത്തി. ക്രൂരമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. എല്ലാ ഭാഗത്തും കൊള്ള നടന്നു. ഫലസ്തീനിലെ ജനങ്ങൾക്ക് അവരെ പ്രതിരോധിക്കാനായില്ല. ഇസ്രയേല്യരെ കൂട്ടത്തോടെ തടവിലാക്കി. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും തടവുകാരായി. അവരെ നീനവയിലേക്ക് കൊണ്ടുപോയി. ഫലസ്തീനിൽ കൃഷി ചെയ്തും സ്വത്തുവകകൾ നോക്കിയും സുഖമായി ജീവിച്ചവർ അടിമപ്പണി ചെയ്യാൻ നിർബന്ധിതരായി. അവരുടെ ആഗമനത്തോടെ നീനവയിൽ കൃഷിയും തൊഴിൽ രംഗവും അഭിവൃദ്ധിപ്പെട്ടു. മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടു. അശരണരുടെ ശബ്ദം അവഗണിക്കപ്പെട്ടു. നാട്ടിൽ ബിംബാരാധന ശക്തിപ്പെട്ടു. പ്രവാചക നിയോഗം. എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു നൽകിയ കാരുണ്യവാനായ അല്ലാഹുവിനെ അവർ മറന്നു. ബിംബങ്ങളെ പൂജിച്ചു. ഒരു പ്രവാചകന്റെ സാന്നിധ്യം അനിവാര്യമായി. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. തിന്മകൾ നിരോധിക്കണം. അതിനൊരു പ്രവാചകൻ വരണം. സമയമായപ്പോൾ അല്ലാഹു നീനവയിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചു. ആ പ്രവാചകൻ യൂനുസ് നബിയായിരുന്നു. യൂസുഫ് നബിന്റെ സഹോദരൻ. ബിന്യാമിന്റെ സന്താന പരമ്പരയിലാണ് യൂനുസ് നബി ജനിച്ചത്. ആ സമൂഹത്തിലെ ഉന്നത വ്യക്തിയായിരുന്നു മത്ത. മത്തായുടെ മകനാണ് യൂനുസ് നബി. മത്തായും ഭാര്യയും പ്രായം ചെന്ന കാലത്താണ് അവർക്ക് യൂനുസ് എന്ന കുഞ്ഞ് ജനിക്കുന്നത്. ഇല്യാസ് നബിയും രാജാവും. ഇല്യാസ് നബി ജീവിച്ചിരിക്കുന്ന കാലമാണ്. രാജാവ് ഇല്യാസ് നബിയെ വധിക്കാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. രാജാവും പ്രജകളും ആരാധിക്കുന്ന ഒരു വലിയ വിഗ്രഹമുണ്ട്. വിഗ്രഹാരാധന പാടില്ലെന്നും അല്ലാഹുവിനെ ആരാധിക്കണമെന്നും ഇല്യാസ് നബി രാജാവിനെയും ജനങ്ങളെയും ഉപദേശിച്ചു. അതോടെ രാജാവും കൂട്ടരും ഇല്യാസ് നബിയുടെ ശത്രുക്കളായിത്തീർന്നു. ശപിക്കപ്പെട്ട ഇബ്ലീസ് ബിംബത്തിനകത്ത് കയറിയിരുന്ന് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. ആ ശബ്ദങ്ങൾ കേട്ട് വ്യാഖ്യാനം നൽകാൻ കുറേയാളുകളെ രാജാവ് നിയോഗിച്ചിട്ടുണ്ട്. രാജാവും പ്രജകളും ചെയ്യേണ്ട കാര്യങ്ങൾ കൽപ്പിക്കുകയാണ് ബിംബം. വ്യാഖ്യാതാക്കൾ അങ്ങനെ വിശ്വസിപ്പിച്ചു. ബിംബം പുതിയൊരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. സംഗതി ഒരു ശബ്ദം മാത്രം. അതിന് നൽകപ്പെട്ട വ്യാഖ്യാനം ഇങ്ങനെയാകുന്നു: ഇല്യാസിനെ വധിക്കുക, ദൈവത്തെ സന്തോഷിപ്പിക്കുക. രാജാവ് ഉടനെ കൽപ്പന പുറപ്പെടുവിച്ചു: ദൈവത്തെ സന്തോഷിപ്പിക്കണം. അതിന് ഇല്യാസിനെ വധിക്കുക. ഭടന്മാർ ഉടനെ പുറപ്പെട്ടു. ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ പല നേട്ടങ്ങളുണ്ട്. ദൈവകോപം വന്നാൽ അപകടമാണ്. ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ഭടന്മാരും നാട്ടുകാരും രംഗത്തിറങ്ങി. എല്ലാവരും ഇല്യാസ് നബിയെ അന്വേഷിക്കുകയാണ്. ഒളിവു ജീവിതം. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മല.
മല നിറയെ പാറക്കൂട്ടങ്ങളും കാടും, കാട്ടിൽ കാട്ടുജന്തുക്കൾ, ഒളിച്ചിരിക്കാൻ പറ്റിയ പൊത്തുകളും ഗുഹകളും. ഇല്യാസ് നബി പെട്ടെന്ന് ജനദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു. എങ്ങോട്ടു പോയെന്ന് ആർക്കുമറിയില്ല. മലമുകളിലെ ഗുഹയിലാണ് താമസം. രാജാവിന്റെ കൽപ്പനപ്രകാരം പട്ടാളം എല്ലാ പ്രദേശങ്ങളും അരിച്ചുപെറുക്കി നോക്കി. ഒരിടത്തുമില്ല. വളരെ ചുരുങ്ങിയ അനുയായികൾ മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അവർക്ക് തന്നെ നബിയെ സൗകര്യമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇല്യാസ് നബി ഗുഹയിൽ വർഷങ്ങളോളം താമസിച്ചു. താമസം മടുത്തു. ഒന്നു പുത്തിറങ്ങാൻ മോഹം. പട്ടാളം ചുറ്റി നടക്കുകയാണ്. കണ്ടാൽ വിടില്ല. പീട്ടി കൂടും, വധിക്കും. വൃദ്ധയുടെ വീട്ടിൽ ഇല്യാസ് നബി പുറത്തിറങ്ങി. രഹസ്യമായി നടന്നു. ഒരു പ്രത്യേക വീട് ലക്ഷ്യമാക്കി നടന്നു. പാറക്കെട്ടുകളും കുറ്റിക്കാടുകളും കടന്ന് കാൽനടയാത്ര തുടർന്നു. ഒരു കൊച്ചു വീടിന്റെ മുമ്പിലെത്തി. വീട്ടിൽ ഒരു ഉമ്മയും കുഞ്ഞും മാത്രം. വാർദ്ധക്യമെത്തിയ ഉമ്മ, മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞ്. ഇല്യാസ് നബിയുടെ സാന്നിധ്യമറിഞ്ഞു. ഉമ്മ വാതിൽ തുറന്നു. നബി അകത്തു കടന്നു. വൃദ്ധ നബിയെ തിരിച്ചറിഞ്ഞു സ്വീകരിച്ചു. നബി ആഗമനോദ്ദേശ്യമറിയിച്ചു. കുറച്ചു കാലം ഇവിടെ ഒളിച്ചു താമസിക്കണം. കാട്ടിലെ ജീവിതം വയ്യാതായി. ആ കുടിലിൽ ദാരിദ്ര്യം കൊടികുത്തി വാഴുകയായിരുന്നു. ഇല്യാസ് വന്നതോടെ പ്രയാസങ്ങൾ നീങ്ങി. ശാന്തമായ ജീവിതം. മാസങ്ങൾ കടന്നുപോയി. 6 മാസക്കാലം അവിടെ ഒളിച്ചു താമസിച്ചു. ഇടുങ്ങിയ മുറിയിലെ താമസം മടുത്തു. മലയുടെ വിശാലതയിലേക്ക് മടങ്ങാം. ഇവിടെ ഇനിയും താമസിച്ചാൽ ആരെങ്കിലും അറിയും. രഹസ്യം പുറത്താവും. കുഴപ്പമാവും. ഞാൻ കാട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഇനിയും ഇവിടെ തങ്ങിയാൽ ബുദ്ധിമുട്ടാവും. വേർപാടും സങ്കടവും. വൃദ്ധയുടെ മുഖം വാടി. മുഖത്ത് സങ്കടം പ്രകടമായി തുടങ്ങി. എന്നോട് ക്ഷമിച്ചാലും. വല്ല അബദ്ധവും പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം, അവർ വേദനയോടെ പറഞ്ഞു. നിങ്ങളുടെ സേവനങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടെ. ഒരു പ്രവാചകൻ അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരമാണ് ഓരോ കാര്യങ്ങളും നിർവഹിക്കുകയെന്ന് അവർക്കറിയാം. ഇത്രയും കാലം ഇവിടെ വന്ന് താമസിക്കണമെന്ന് കൽപ്പന കിട്ടിയപ്പോൾ വന്നു താമസിച്ചു. കാട്ടിലേക്ക് പോവാൻ കൽപ്പന വന്നപ്പോൾ തിരിച്ചുപോകുന്നു. പ്രവാചകനിൽ നിന്ന് കിട്ടിയ ഉപദേശങ്ങൾ, സന്മാർഗത്തിലേക്കുള്ള വഴി നടത്തൽ, എല്ലാം തനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ. തന്റെ പൊന്നുമോൻ യൂനുസ് എന്ന കുഞ്ഞ് നബിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇല്യാസ് നബി യാത്ര പറഞ്ഞിറങ്ങി. വിജനമായ മലമ്പാതയിലൂടെ വേഗത്തിൽ നടന്നുപോയി. പ്രവാചകനെ ഇപ്പോൾ കാണാനില്ല. കണ്ണിൽ നിന്ന് അപ്രത്യക്ഷനായിരിക്കുന്നു. ഉമ്മയും കുഞ്ഞും, അവരുടെ കൊച്ചുലോകം. ഈ കുഞ്ഞിനെ ലാളിക്കുക, പരിചരിക്കുക, നന്നായി വളർത്തിയെടുക്കുക. അതിനുവേണ്ടിയാണ് ഈ ജീവിതം. ഉമ്മ വലിയൊരു പരീക്ഷണം നേരിടാൻ പോവുകയാണ്. അല്ലാഹു നൽകിയ സമ്മാനമാണ് ഈ പൊന്നുമോൻ. അതിനെ അല്ലാഹു തിരിച്ചെടുക്കുകയാണ്. അങ്ങനെ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഉമ്മക്കറിയില്ല. മരണം. ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞിന് നല്ല ക്ഷീണം. രോഗം വന്നു അവശനായി. ഉമ്മ മാനോവേദനയാൽ തളർന്നു. ഊണും ഉറക്കവും മറന്നു. കിട്ടാവുന്ന ചികിത്സയൊക്കെ നൽകി. പുലരുവോളം കുഞ്ഞിന്റെ രോഗശയ്യക്കരികിൽ ഉറങ്ങാതെ കാത്തിരുന്നു. കുഞ്ഞിന്റെ കൺപോളകൾ അടഞ്ഞുപോയി. ശ്വാസം നിലച്ചു. കൊച്ചു ശരീരം നിശ്ചലമായി. കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നു. കുഞ്ഞിനെ കൈവടിയാനായില്ല. കുഞ്ഞിന്റെ ജീവൻ തിരികെ കിട്ടണം. അല്ലാഹുവേ, എന്റെ മോനെ തിരിച്ചു തരൂ. എത്ര കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും കുഞ്ഞ് കണ്ണു തുറന്നില്ല. നബിയെ കാണണം. ഇല്യാസ് നബിയെ കണ്ടുപിടിക്കണം. പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കണം. നബി പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാവും. പക്ഷെ നബി എവിടെ? തിരച്ചിലും തിരിച്ചു കിട്ടിയ ജീവനും എവിടെ പോയി കണ്ടുപിടിക്കും? വയ്യ. പോവാതിരിക്കാൻ വയ്യ. കുഞ്ഞിന്റെ മയ്യത്തിന് കാവലിരിക്കാൻ ബന്ധുക്കളുണ്ട്. താൻ നബിയെ അന്വേഷിച്ചു പുറപ്പെടട്ടെ. ഉമ്മയുടെ വെപ്രാളം നിറഞ്ഞ പുറപ്പാട്. തുടികൊട്ടുന്ന പെൺമനസ്സ്. ഇടറുന്ന പാദങ്ങളിൽ ഓടുന്ന ഉമ്മ. എന്റെ റബ്ബേ, നിന്റെ നബിയെ എന്റെ കണ്ണിൽ കാണിച്ചു തരണമേ. എന്തൊരു ബദ്ധപ്പാട്. വനാന്തരത്തിലൂടെ ഓട്ടി. പാറക്കെട്ടുകൾ കയറി. വിയർത്തു കുളിച്ചു. ക്ഷീണിച്ചു. അവശയായി. അല്ലാഹുവിന്റെ കാരുണ്യം. അതാ നിൽക്കുന്നു ഇല്യാസ് നബി. കണ്ണീരിൽ കുതിർന്ന അഭ്യർത്ഥന. അല്ലാഹുവിന്റെ നബിയെ, എന്റെ കുഞ്ഞു മരിച്ചുപോയി. അവനെ മടക്കിത്തരാൻ റബ്ബിനോട് പ്രാർത്ഥിക്കൂ. ഇല്യാസ് നബി ധൃതിയിൽ നടന്നു. മലയിറങ്ങി വന്നു. കുഞ്ഞ് മരണപ്പെട്ടിട്ട് 14-ാം ദിവസം. അന്ന് ഇല്യാസ് നബി കുഞ്ഞിന് സമീപത്തെത്തി. വുളൂ എടുത്തു. നിസ്കരിച്ചു. അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അത്ഭുതം സംഭവിച്ചു. ഉമ്മയിമ വെട്ടാതെ നോക്കി നിൽക്കുന്നു. കുഞ്ഞിന്റെ അടഞ്ഞുപോയ കണ്ണുകൾ തുറന്നു. കൊച്ചുമാറിടം ഉയരാനും താഴാനും തുടങ്ങി. നാഡികൾ സ്പന്ദിച്ചു. അല്ലാഹുവിന് സ്തുതി. അൽഹംദുലില്ലാ. വല്ലാത്തൊരാവേശത്തോടെ ഉമ്മ കുഞ്ഞിനെ വാരിയെടുത്തു. കവിളുകളിൽ ചുംബിച്ചു. കാരുണ്യവാനായ റബ്ബ് തന്റെ കുഞ്ഞിനെ തിരിച്ചു തന്നു. അൽഹംദുലില്ലാ. പ്രവാചകത്വവും നീനവയിലെ പ്രബോധനവും. ഇല്യാസ് നബി വീണ്ടും കാട്ടിലേക്ക് യാത്രയായി. കാലങ്ങൾ കടന്നുപോയി. യൂനുസ് എന്ന കുഞ്ഞ് വളർന്നുവന്നു. യൗവനം വിരുന്നുവന്നു. ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ. പാകതയും പക്വതയും കൈവന്നു. അപ്പോൾ അല്ലാഹു യൂനുസിനെ നബിയായി നിയോഗിച്ചു. നീനവയിലെ പ്രവാചകൻ
യൂനുസ് നബി നീനവയിലെ രാജാവിനെയും ജനങ്ങളെയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിച്ചു. ജനങ്ങളെ, സൃഷ്ടാവായ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുക. അവൻ കണക്കില്ലാത്ത അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത്. അവനോട് നിങ്ങൾ നന്ദിയുള്ളവരാവുക. യൂനുസ് നബിയുടെ ശബ്ദം എല്ലാ ഭാഗത്തും മുഴങ്ങി. ബിംബാരാധന അവസാനിപ്പിക്കാനും ഏകനായ അല്ലാഹുവിലേക്ക് മടങ്ങാനും ആഹ്വാനം ചെയ്തു. ജനങ്ങളുടെ അവഗണനയും പ്രവാചകന്റെ നിരാശയും ആര് ചെവികൊള്ളാൻ അവർ നന്ദികേട് കാണിച്ചു. ഉപദേശം ചെവികൊണ്ടില്ല. എത്ര നന്നായി ഉപദേശിച്ചിട്ടും ഫലം കണ്ടില്ല. എവിടെ ചെന്നാലും നിരാശയാണ് ഫലം. താൻ പറയുന്ന കാര്യം ആരും പരിഗണിക്കുന്നില്ല. അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. കടുത്ത നിരാശ തന്നെ. യൂനുസ് നബിയുടെ ഭാര്യയോടും 2 പുത്രന്മാരോടും കൂടിയാണ് അവിടെ താമസിക്കുന്നത്. ഭാര്യ ഭർത്താവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അല്ലാഹുവിന്റെ സഹായം എപ്പോഴും തങ്ങളോടൊപ്പമുണ്ടാകുമെന്നവർക്കറിയാം. കാലം നീങ്ങി. ഉപദേശം തുടർന്നു. വിശ്വസിച്ചവർ വളരെ ചുരുക്കം മാത്രം. നാടുവിടൽ. യൂനുസ് നബി നീനവയെ വെറുത്തു. അന്നാട്ടുകാരെ നന്നാക്കാനാവില്ല എന്ന് മനസ്സിലായി. കുടുംബസമേതം ആ നാട് വിട്ടുപോകാൻ തീരുമാനിച്ചു. തന്റെ ഉപദേശം സ്വീകരിച്ചില്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ വന്നു ഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അതും അവർ പരിഹസിച്ചു തള്ളി. ഒരു ദിവസം യൂനുസ് നബി കുടുംബത്തോടൊപ്പം നാട് വിട്ടുപോയി. പിറ്റേന്നു മുതൽ ഒരിടത്തും നബിയുടെ ശബ്ദം കേട്ടില്ല. ആളുകൾ അന്വേഷിച്ചുമില്ല. യൂനുസ് നബി അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. സന്തോഷവാർത്ത അറിയിക്കാനും താക്കീതുകാരനുമാകുന്നു. നീനവയുടെ മുക്കുമൂലകളിൽ സഞ്ചരിച്ചു. അല്ലാഹുവിന്റെ സന്ദേശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ചാലുണ്ടാവുന്ന മഹത്തായ നേട്ടങ്ങളെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചു. ജനം സ്വീകരിച്ചില്ല. ധിക്കാരപൂർവം പെരുമാറി. അപ്പോൾ ധിക്കാരികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് താക്കീത് നൽകി. സന്തോഷവാർത്തയും താക്കീതും രണ്ടും ഫലം കണ്ടില്ല. ഫലം നിരാശ മാത്രം. അങ്ങനെയാണ് നബി നാടുവിട്ടത്. യൂനുസ് നബി ജനങ്ങളോടിങ്ങനെ ഉപദേശിച്ചു: എന്റെ സഹോദരന്മാരെ, എന്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ബിംബാരാധന തുടരുന്നു. ഞാൻ പറയുന്നതത്രയും കളവാക്കിത്തള്ളുന്നു. ഒരു കാര്യം ഓർത്തുകൊള്ളുക. ആട്ടിടയനും അത്ഭുതവും. നബിയും കുടുംബവും യാത്ര തുടരുകയാണ്. ദീർഘയാത്ര കാരണം അവർ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു. വിശപ്പും ദാഹവുമുണ്ട്. എന്തെങ്കിലും കഴിക്കണം. എവിടെ കിട്ടാൻ അല്പം ആഹാരം. നീനവായുടെ സമീപത്തെത്തിക്കഴിഞ്ഞു. അവിടെ ഒരു ആട്ടിടയനെ കണ്ടു. ഞങ്ങൾ വഴിയാത്രക്കാരാണ്. നല്ല വിശപ്പുണ്ട്. കുറച്ച് പാൽ തന്ന് സഹായിക്കണം, യൂനുസ് നബി പറഞ്ഞു. ആടിടയൻ അതിശയത്തോടെ അവരെ നോക്കി. നിങ്ങൾ എവിടത്തുകാരാണ്? നിങ്ങൾക്കിവിടത്തെ കഥയൊന്നും അറിയില്ലേ? ആട്ടിടയൻ ചോദിച്ചു. ഞങ്ങൾ ദൂരെ നാട്ടിൽ നിന്ന് വരികയാണ്. ഇവിടത്തെ കഥയൊന്നും അറിയില്ല. എന്താണിവിടെ വിശേഷം? എന്നാൽ കേട്ടോളൂ, ഇന്നാട്ടിലെ ആടുകൾക്കൊന്നും പാലില്ല. യൂനുസ് നബി പിണങ്ങിപ്പോയ ശേഷം പാലില്ല, വറ്റിപ്പോയി. യൂനുസ് എഴുന്നേറ്റു ആടിന്റെ അടുത്തേക്ക് ചെന്നു. അകിടിൽ തട്ടിക്കൊടുത്തു. അത്ഭുതം, അകിട് നിറയെ പാൽ വന്നു. സന്തോഷവാർത്തയും തിരിച്ചുപോക്കും. ആട്ടിടയൻ ആഹ്ലാദത്തോടെ പാൽ കറന്നെടുത്തു. അതിഥികൾക്ക് നൽകി. താങ്കളാരാണ്? പറയൂ, താങ്കൾ തന്നെയാണോ യൂനുസ് നബി? അതെ, ഞാൻ തന്നെയാണ് യൂനുസ്. പടച്ച തമ്പുരാനെ, ഇതെന്തൊരാശ്ചര്യം! ഈ നാട് മുഴുവൻ താങ്കളെ കാണാൻ കാത്തിരിക്കുകയാണ്. ഇന്ന് ആഹ്ലാദത്തിന്റെ ദിവസമാണ്. ഞാൻ വിളിച്ചുകൂവി. ഈ സന്തോഷവാർത്ത എല്ലാവരെയും അറിയിക്കട്ടെയോ? സമ്മതം കിട്ടി. ആട്ടിടയന്റെ ശബ്ദം ഉയർന്നു. ജനങ്ങളെ, സന്തോഷിക്കുക. സന്തോഷത്തിന്റെ ദിവസമാണെന്ന് അല്ലാഹുവിന്റെ ദൂതൻ യൂനുസ് നബി എത്തിച്ചേർന്നിരിക്കുന്നു. നാം ആകാംക്ഷയോടെ കാത്തിരുന്ന ജനനായകൻ ഇതാ സന്നിഹിതനായിരിക്കുന്നു. തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്ക് വാർത്ത ഒഴുകി. വളരെ പെട്ടെന്ന് നീനവ പട്ടണം ഞെട്ടിയുണർന്നു. യൂനുസ് നബിയെ സ്വീകരിക്കാൻ സജ്ജമായി കഴിഞ്ഞു. മാറ്റം വന്ന നീനവ. ചരിത്രനിമിഷങ്ങൾ പിറന്നു. യൂനുസ് നബി കുടുംബത്തോടൊപ്പം പട്ടണത്തിൽ പ്രവേശിച്ചു. നാട്ടിനെന്ത് മാറ്റം സംഭവിച്ചിരിക്കുന്നു! ധിക്കാരികളില്ല. പഴയ ധിക്കാരികൾ ഇന്ന് വിനയാന്വിതരാണ്. എല്ലാവരും ഭക്തന്മാർ, അനുസരണശീലർ. യൂനുസ് നബിയെ സ്വീകരിക്കാൻ രാജാവു തന്നെ വന്നു. രാജാവും ജനനേതാക്കളും നബിയെ കണ്ടു സലാം ചൊല്ലി സ്വാഗതമോദി. പട്ടണത്തിലേക്ക് സ്വാഗതം. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിച്ചു. തന്റെ ആഗമനം വിളിച്ചറിയിച്ച ആട്ടിടയനെ ഉന്നതസ്ഥാനം നൽകി സ്വീകരിച്ചു. പിൽക്കാലത്ത് അദ്ദേഹം അവരുടെ നേതാവായിത്തീർന്നു. ഐശ്വര്യപൂർണമായ നീനവ. യൂനുസ് നബി ആ ജനതയെ സന്മാർഗത്തിലേക്ക് നയിച്ചു. നീനവ ജനസംഖ്യ കൂടിയ പട്ടണമാണ്. അവരുടെ ജനസംഖ്യ 1,00,000 അതിൽ കൂടുതലോ ആയിരുന്നുവെന്ന് ഖുർആൻ പറയുന്നു. സൂറത്തു സ്വാഫാത്തിൽ ഇങ്ങനെ കാണാം: 1,00,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന ജനങ്ങളിലേക്ക് അദ്ദേഹത്തെ നാം അയക്കുകയും ചെയ്തു. അവർ വിശ്വസിച്ചു. അങ്ങനെ അവർക്ക് കുറെ കാലത്തോളം നാം സുഖജീവിതം നൽകുകയും ചെയ്തു. അക്കാലത്തെ പട്ടണങ്ങളിൽ ഉന്നത സ്ഥാനമുള്ളതായിരുന്നു നീനവ പട്ടണം. കാരണം അവിടത്തെ ജനസംഖ്യ 1,00,000-ലേറെയായിരുന്നു. അവർ മുസ്ലിങ്ങളുമായിരുന്നു. ഒരു പ്രവാചകന്റെ കീഴിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ജനത. അല്ലാഹു അവർക്ക് ശാന്തിയും സമാധാനവും സകലവിധ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകി. സുഖകരമായ ജീവിതം. ഈ അവസ്ഥ വളരെക്കാലം നിലനിൽക്കുകയും ചെയ്തു. ഈ അവസ്ഥ ചരിത്രത്തിലെ ഒരത്ഭുതം തന്നെയായിരുന്നു.
ശിക്ഷ കൊണ്ട് താക്കീത് നൽകപ്പെട്ട ഒരു ജനത നന്നായിത്തീരുക, ശിക്ഷ നീക്കപ്പെടുക. യൂനുസ് നബി അവർക്കെതിരായി നിലപാട് സ്വീകരിച്ചതാണ്. അങ്ങനെയാണ് നാട് വിട്ടുപോയത്. മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് ഖേദിച്ചു മടങ്ങി വല്ലാതെ പശ്ചാത്തപിച്ചു. പശ്ചാത്താപത്തിന്റെ കടുപ്പം കാരണം അല്ലാഹു അത് സ്വീകരിച്ചു, ഉന്നതസ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്തു. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾക്ക് അല്ലാഹു ഈ സംഭവങ്ങളെല്ലാം അറിയിച്ചുകൊടുത്തു. നബിതങ്ങൾ ശത്രുക്കളിൽ നിന്ന് പലതരം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. എന്ത് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ക്ഷമിക്കണം, പിണങ്ങിപ്പോവരുത്, താങ്കൾ ആ മത്സ്യത്തിന്റെ ആളെപ്പോലെയാവരുത് എന്നായിരുന്നു അല്ലാഹുവിന്റെ ഉപദേശം. സൂറത്തുൽ ഖലം നോക്കിയാൽ ഇങ്ങനെ കാണാം: നബിയെ, താങ്കൾ താങ്കളുടെ റബ്ബിന്റെ വിധിക്ക് ക്ഷമിച്ചുകൊള്ളുക. താങ്കൾ മത്സ്യത്തിന്റെ ആളെപ്പോലെയാവരുത്. അദ്ദേഹം കോപം നിറഞ്ഞ അവസ്ഥയിൽ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. യൂനുസ് നബി കോപത്തോടെ തന്റെ ജനതയ്ക്കെതിരായി പ്രാർത്ഥിച്ചു. അങ്ങനെ താങ്കൾ ചെയ്യരുതെന്നാണ് ഉപദേശം. പിന്നീട് അല്ലാഹുവിന്റെ കാരുണ്യം കാരണം യൂനുസ് നബി രക്ഷപ്പെട്ടു. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചിരുന്നില്ലെങ്കിലോ? എങ്കിൽ നഷ്ടപ്പെട്ടത് തന്നെ പാഴ്ഭൂമിയിൽ തള്ളപ്പെടുമായിരുന്നു, പറ്റെ അവഗണിക്കപ്പെടുമായിരുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ അക്കാര്യം പറയുന്നുണ്ട്. തന്റെ റബ്ബിൽ നിന്നുള്ള ഒരു മഹത്തായ അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുക്കുകയുണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം പാഴ്ഭൂമിയിൽ ആക്ഷേപിക്കപ്പെട്ടവനായി പുറന്തള്ളപ്പെടുമായിരുന്നു. ജനങ്ങളുടെ ദുശ്ചെയ്തികൾ കണ്ട് മനസ്സ് വെറുത്ത് സ്ഥലം വിട്ട് കളയരുതെന്ന് നബിതങ്ങളെ ഉപദേശിച്ച ശേഷം അല്ലാഹു യൂനുസ് നബിന്റെ അവസ്ഥ പറഞ്ഞുകൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ടാണ് യൂനുസ് നബി രക്ഷപ്പെട്ടത്. അല്ലാഹുവിന്റെ പ്രത്യേക അനുഗ്രഹം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ആക്ഷേപിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. പശ്ചാത്താപം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. പാപങ്ങൾ സംഭവിച്ചു പോയാൽ പശ്ചാത്താപിക്കണം. നിഷ്കളങ്കമായ പശ്ചാത്താപം ചെയ്തുപോയ പാപങ്ങൾ ഏറ്റുപറയുകയും മാപ്പിന്നപേക്ഷിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു കൈവെടിയുകയില്ല. കാരണം അവൻ പരമകാരുണികനും കരുണാനിധിയുമാകുന്നു. പശ്ചാത്താപിക്കുന്നവർക്ക് പൊറത്തുകൊടുക്കൽ അവന്റെ ശ്രേഷ്ഠ ഗുണമാകുന്നു. ഈ പാഠവും നാം ഇവിടെ പഠിക്കുന്നു. വിശുദ്ധ ഖുർആൻ യൂനുസ് നബിയുടെ പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥ വിവരിക്കുന്നതിങ്ങനെയാകുന്നു: അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തെ നല്ലവനായി തെരഞ്ഞെടുത്തു, എന്നിട്ട് അദ്ദേഹത്തെ സ്വാലിഹീങ്ങളുടെ സദവൃത്തരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്തു. നിഷ്കളങ്കമായ പശ്ചാത്താപത്തിന് ലഭിക്കുന്ന മഹത്തായ പ്രതിഫലമാണ് നാം ഇവിടെ കാണുന്നത്. ഉപേക്ഷിച്ചുപോന്ന ജനങ്ങളിലേക്ക് വീണ്ടും ചെല്ലാനവസരം സിദ്ധിക്കുക, പ്രബോധനം രണ്ടാം തവണയും നടത്തുക. ഇതൊരു അപൂർവ സംഭവമാണ് എന്നല്ല, അപൂർവതയിൽ അപൂർവമാണ്. ചരിത്രം നമ്മെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാർക്ക് പ്രബോധനത്തിന് ഒരു ഘട്ടമാണ് ലഭിക്കുക. പ്രബോധനം സിദ്ധിച്ചവർ രക്ഷപ്പെട്ടു, ധിക്കാരത്തോടെ അവഗണിച്ചവർ പരാജയപ്പെട്ടു. പിന്നെ ശിക്ഷ വരികയായി, നാശമായി, മറ്റൊരു സമൂഹത്തിന്റെ വരവായി. ഇവിടെ അതല്ല സംഭവിച്ചത്. നബി നാട് വിട്ടുപോയതിനു ശേഷം ജനങ്ങൾ നന്നായിത്തീർന്നു. ആ ജനതയിലേക്ക് യൂനുസ് നബി വീണ്ടും വന്നു, പ്രബോധനം നടത്തി. ഇത് അത്യപൂർവ സംഭവം തന്നെയാണ്. ഈ വചനത്തിനു ശേഷം നബി തങ്ങളോട് അല്ലാഹു എന്താണ് പറയുന്നതെന്ന് നോക്കാം. വിശ്വസിക്കാത്തവർ വിശുദ്ധ ഖുർആൻ കേൾക്കുന്ന അവസരത്തിൽ അവരുടെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് താങ്കളെ അവർ ഇടറി വീഴുമാറാക്കുക തന്നെ ചെയ്യുന്നു. അവർ പറയുകയും ചെയ്യുന്നു, നിശ്ചയമായും ഇവനൊരു ഭ്രന്തൻ തന്നെ. ഖുർആനാകട്ടെ ലോകർക്കുള്ള പൊതുവായ ഉത്ബോധമല്ലാതെ മറ്റൊന്നുമല്ലതാനും. വിശുദ്ധ ഖുർആൻ വചനങ്ങൾ കേട്ടപ്പോൾ സത്യവിശ്വാസ നിഷേധികളിൽ കണ്ട കോപം, വിരോധം, ശത്രുതയുമാണ് ഇവിടെ വ്യക്തമായി കാണുന്നത്. വിശുദ്ധ ഖുർആൻ മനുഷ്യരാശിക്ക് മുഴുവനുള്ള ഉത്ബോധനമാകുന്നു. അതിൽ മനുഷ്യന്റെ സകല പുരോഗതിക്കുമുള്ള നിർദ്ദേശങ്ങളാണുള്ളത്. എന്നിട്ടും ശത്രുത തന്നെ പ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിക്കാനുള്ള ധിക്കാരം കാട്ടി. വിശുദ്ധ ഖുർആനിൽ ദുന്നൂൻ എന്ന് യൂനുസ് നബിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മത്സ്യക്കാരൻ, മത്സ്യത്തിന്റെയാൾ എന്നൊക്കെയാണർത്ഥം. പഴയകാലത്ത് അറബിയിൽ മത്സ്യത്തിന് നൂൻ എന്ന് പറഞ്ഞിരുന്നു. മറ്റ് ചില പ്രാചീന ഭാഷകളിലും മത്സ്യത്തിന് നൂൻ എന്ന് പറഞ്ഞിരുന്നു. സൂറത്ത് അംബിയയിൽ യൂനുസ് നബിയെപ്പറ്റി പറയുമ്പോൾ നൂൻ എന്ന പദമാണ് ഉപയോഗിച്ചത്. പ്രസ്തുത അധ്യായത്തിൽ ഇങ്ങനെ കാണാം: ദുന്നൂനിനെയും അദ്ദേഹം കോപിഷ്ഠനായിക്കൊണ്ടുപോയ സന്ദർഭം. അപ്പോൾ നാം അദ്ദേഹത്തിന്റെ മേൽ നിശ്ചയമായും കുടുസാക്കുകയില്ലെന്ന് അദ്ദേഹം ധരിച്ചു. അങ്ങനെ അന്ധകാരത്തിൽ വെച്ച് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചു, റബ്ബേ, നീ അല്ലാതെ ആരാധ്യനില്ല, നീ എത്രയോ പരിശുദ്ധൻ, നിശ്ചയമായും ഞാൻ അക്രമികളിൽപ്പെട്ടവനായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകുകയും ആ ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്രകാരം തന്നെ സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്നതാണ്. സത്യവിശ്വാസികൾക്കുള്ള ഒരു സന്തോഷവാർത്ത കൂടിയാണിത്. എത്ര വലിയ അപകടത്തിൽപ്പെട്ടാലും അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ രക്ഷപ്പെടുത്തും. മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടുപോവുകയെന്നത് എത്ര വലിയ അപകടമാണ്. അതിൽ നിന്നൊരിക്കലും രക്ഷപ്പെടുമോ? രക്ഷപ്പെടുമെന്നാണ് യൂനുസ് നബിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. കരയിലും കടലിലുമുള്ള സകല ജീവികളും അല്ലാഹുവിന്റെ സൃഷ്ടികളാവുന്നു. അവയെല്ലാം അല്ലാഹുവിന്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്നു. മത്സ്യത്തോട് യൂനുസ് നബിയെ വിഴുങ്ങാൻ കൽപ്പിച്ചപ്പോൾ വിഴുങ്ങിക്കക്കി പുറത്തേക്കെറിയാൻ കൽപ്പിച്ചപ്പോൾ എറിഞ്ഞു. ഏത് ദുഷ്ടജീവികളും അല്ലാഹുവിനെ അനുസരിക്കും. ഇക്കാര്യം സത്യവിശ്വാസികൾ മനസ്സിലാക്കണം. ഒരിക്കൽ നബിതങ്ങൾ ഇങ്ങനെ അരുൾ ചെയ്തു: ഒരു അടിയനും തന്നെ താൻ മത്തായുടെ മകൻ യൂനുസിനേക്കാൾ ഉത്തമനാണ് എന്ന് പറയാൻ പാടില്ല. യൂനുസ് നബി അത്യുന്നത പദവിയിലാണുള്ളത്. അത്യുന്നതന്മാർ നബിമാരാകുന്നു. മനുഷ്യരിൽ ആരും അവരെക്കാൾ ഉയർന്നവരല്ല.
അത്തരം നബിമാരുടെ കൂട്ടത്തിൽ ചേർത്തു പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു യൂനുസ് നബിയെ വാഴ്ത്തിയത്. മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പശ്ചാത്തപിക്കുകയും തസ്ബീഹ് ചൊല്ലുകയും ചെയ്തതിനാൽ യൂനുസ് നബിയെ അല്ലാഹു രക്ഷപ്പെടുത്തി. അല്ലായിരുന്നുവെങ്കിൽ മത്സ്യത്തിന്റെ വയർ യൂനുസ് നബിയുടെ ഖബറാകുമായിരുന്നു. അന്ത്യനാൾ വരെ ആ ഖബറിൽ കഴിയേണ്ടിവരുമായിരുന്നു. എത്ര ദിവസമാണ് യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ കഴിഞ്ഞത്? മുഖാത്തലുബിനു സുലൈമാൻ രേഖപ്പെടുത്തിയത് 40 ദിവസം എന്നാകുന്നു. അൽ-ലുഹ്ഹാഖ് അഭിപ്രായപ്പെട്ടത് 20 ദിവസം എന്നാകുന്നു. അത്വാഹ് പറയുന്നത് 7 ദിവസം എന്നാകുന്നു. മുഖാത്തലുബിന് ഹയ്യാന്റെ അഭിപ്രായത്തിൽ 3 ദിവസമാകുന്നു. നബിതങ്ങൾ സ്വഹാബികൾക്ക് യൂനുസ് നബിയുടെ സംഭവം വിവരിച്ചുകൊടുത്തതിങ്ങനെയായിരുന്നു. അല്ലാഹു യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ ബന്ദിയാക്കി മത്സ്യത്തിന് സന്ദേശം നൽകി, അദ്ദേഹത്തിന്റെ മാംസം കടിക്കുകയോ എല്ലുകൾ പൊട്ടിക്കുകയോ ചെയ്യരുത്. യൂനുസിനെയും കൊണ്ട് മത്സ്യം സമുദ്രാന്തർഭാഗത്തുള്ള തന്റെ താമസ കേന്ദ്രത്തിലേക്ക് പോയി. സമുദ്രത്തിന്റെ അടുത്തട്ടിലെത്തിയപ്പോൾ യൂനുസ് നബി നേർത്ത ശബ്ദം കേട്ടു. എന്താണിത്? അദ്ദേഹം അങ്ങനെ ചോദിച്ചുപോയി. അല്ലാഹു യൂനുസ് നബിക്ക് ദിവ്യസന്ദേശം നൽകി. കടൽ ജീവികളുടെ തസ്ബീഹിന്റെ ശബ്ദമാണത്. മത്സ്യത്തിന്റെ വയറ്റിലിരുന്നുകൊണ്ട് താങ്കളും തസ്ബീഹ് ചൊല്ലുക. ഞാൻ തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. യൂനുസ് നബി പറഞ്ഞു, മലക്കുകളുടെ തസ്ബീഹ് ഞാൻ കേട്ടു. അവർ ഇപ്രകാരം പറയുന്നതും ഞാൻ കേട്ടു: ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഒരു തസ്ബീഹിന്റെ ശബ്ദം കേൾക്കുന്നു. വളരെ പതിഞ്ഞ നേർത്ത ശബ്ദം. അജ്ഞാതമായ ഏതോ ഭാഗത്തുനിന്നാണ് ആ ശബ്ദം വരുന്നത്. അല്ലാഹു പറഞ്ഞു, അത് എന്റെ അടിമയായ യൂനുസ് നബിയാകുന്നു. ഒരു അബദ്ധം ചെയ്തു. അപ്പോൾ ഞാൻ യൂനുസിനെ കടലിലുള്ള മത്സ്യത്തിന്റെ വയറ്റിൽ ബന്ധനസ്ഥനാക്കി. മലക്കുകൾ ചോദിച്ചു, അല്ലാഹുവേ, എല്ലാ രാത്രിയും പകലും അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങൾ നിന്നിലേക്കെത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ലാഹു പറഞ്ഞു, അതെ. അപ്പോൾ മലക്കുകൾ യൂനുസ് നബിക്ക് ശുപാർശ ചെയ്തു. അല്ലാഹു ശുപാർശ സ്വീകരിച്ചു. മത്സ്യത്തിന് കൽപ്പന നൽകി യൂനുസിനെ കരയിലേക്ക് കക്കിയെറിയുക. മത്സ്യവയറ്റിൽ നിന്നുള്ള മോചനം നവജാത ശിശുവിനെപ്പോലെയായിരുന്നു. അപ്പോൾ യൂനുസ് നബിയുടെ അവസ്ഥ ഉറപ്പുകുറഞ്ഞ തൊലിയും മാംസവും അസ്ഥിയും. ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണുന്നു: അല്ലാഹുവിന്റെ കൽപ്പന കിട്ടിയപ്പോൾ കടലിന്റെ അടിത്തട്ടിൽ നിന്ന് മത്സ്യം ജലവിധാനത്തിലേക്ക് ഉയർന്നുവന്നു. ഒരു കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മത്സ്യം തല അന്തരീക്ഷത്തിലേക്കുയർത്തിപ്പിടിച്ചു. അപ്പോൾ യൂനുസ് നബി നന്നായി ശ്വാസമയക്കുകയും തസ്ബീഹ് ചൊല്ലുകയും ചെയ്തു. മത്സ്യം കപ്പലിന്റെ കൂടെ സഞ്ചരിച്ചു. കര കാണും വരെ അത് തുടർന്നു. മത്സ്യം കരയുടെ നേരെ വന്നു കരയിലേക്ക് കക്കിയെറിഞ്ഞു. കപ്പൽ യാത്രയും കടലിലെ പരീക്ഷണവും ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കാണുക. യൂനുസ് നബി കയറിയ കപ്പൽ കടലിൽ ശാന്തമായി നീങ്ങുകയായിരുന്നു. പകൽ പോയി മറഞ്ഞു. കടലിൽ അന്ധകാരം പരന്നു. തണുത്ത കാറ്റ് വീശി. പലരും ഉറക്കം തുടങ്ങി. യാത്രാക്ഷീണം കാരണം യൂനുസ് നബി ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് ശക്തമായ കാറ്റടിച്ചത്. തിരമാലകൾ ഉയരുകയും തകരുകയും ചെയ്തുകൊണ്ടിരുന്നു. കൂറ്റൻ തിരമാലകൾ കപ്പലിനെ തല്ലിതകർത്തുകളയുമെന്ന് തോന്നി. കപ്പലിൽ ഉണർന്നിരുന്നവർ കൂട്ടത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലാഹുവിനോട് മനസ്സു തുറന്ന് പ്രാർത്ഥിച്ചു. ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തുക, അവരും നമ്മോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ഉണർന്നു ഒന്നിച്ചിരുന്നു. പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ ഒരു പടുകൂറ്റൻ മത്സ്യം ഉയർന്നുവന്നു. അത് വാപിളർത്തി വന്നു. കപ്പൽ അപ്പാടെ വിഴുങ്ങിക്കളയുമോ എന്ന് തോന്നിപ്പോയി. അത് കണ്ടപ്പോൾ യൂനുസ് നബി പറഞ്ഞു, യാത്രക്കാരെ, ആ മത്സ്യം വാപിളർക്കുന്നത് എനിക്കു വേണ്ടിയാണ്. എന്നെ കടലിൽ വലിച്ചെറിയൂ. എന്നെ കടലിൽ എറിഞ്ഞാൽ കാറ്റ് ശമിക്കും. നിങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാം. നിങ്ങളിൽ നിന്ന് ഭയം അകന്നുപോവും. ഞങ്ങൾ താങ്കളെ കടലിൽ എറിയുകയില്ല. കപ്പൽക്കാർ ശടിച്ചു പറഞ്ഞു. പലതവണ ഇതാവർത്തിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ നറുക്കിട്ട് നോക്കട്ടെ. നറുക്കിട്ടപ്പോൾ യൂനുസ് നബിക്കെതിരായി വന്നു. എന്നെ കടലിലെറിയൂ, നറുക്ക് എനിക്കെതിരാണ്. ഒരിക്കൽ കൂടി നോക്കട്ടെ. രണ്ടാം തവണയും നറുക്ക് യൂനുസ് നബിക്കെതിരായി വന്നു. എന്നെ കടലിലെറിയൂ, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. ഒരിക്കൽ കൂടി നോക്കി. മൂന്നാം തവണയും നബിക്കെതിരായി വന്നു. കടലിലെറിയാൻ വേണ്ടി കപ്പൽക്കാർ യൂനുസ് നബിയെ കപ്പലിന്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു. കൂറ്റൻ മത്സ്യം വാപിളർത്തിക്കൊണ്ട് ആ ഭാഗത്ത് വന്നു നിന്നു. കപ്പൽക്കാർ യൂനുസ് നബിയെ കപ്പലിന്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയി. മത്സ്യം ആ ഭാഗത്തെത്തി. വാ പിളർന്നു വന്നു. ഏത് ഭാഗത്ത് ചെന്നാലും അവിടെയെല്ലാം മത്സ്യം വരുന്നു. അത് കണ്ട് യൂനുസ് നബി സ്വയം ചാടി വീണത് മത്സ്യത്തിന്റെ വായിലേക്കായിരുന്നു. അപ്പോൾ അല്ലാഹു മത്സ്യത്തിന് സന്ദേശം നൽകി, ഞാൻ യൂനുസിന് നിനക്ക് ഭക്ഷണമായി നൽകിയതല്ല. മാംസത്തിനും എല്ലിനും ഒരു കുഴപ്പവും സംഭവിക്കരുത്. നിന്റെ വയർ അദ്ദേഹത്തിനൊരു സുരക്ഷിത കേന്ദ്രമായിരിക്കട്ടെ. കരയിലെ ജീവിതവും യഖ്ത്വീൻ മരവും ഇബ്നു ഖുസൈത്ത് എന്ന പണ്ഡിതൻ രേഖപ്പെടുത്തുന്നു. മത്സ്യം യൂനുസ് നബിയെ കരയിലേക്ക് കക്കിയെറിഞ്ഞു. അല്ലാഹു അവിടെ ഒരു മരം മുളപ്പിച്ചു വളർത്തി. എല്ലാ പ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലും പാൽ ലഭിക്കാനുള്ള സൗകര്യം ചെയ്തു. അല്ലാഹു വളർത്തിയ മരത്തിന്റെ പേര് യഖ്ത്വീൻ എന്നായിരുന്നു. ഈ മരത്തിൽ നിന്ന് തന്നെ പാൽ ലഭിച്ചു എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം നോക്കുമ്പോൾ മരം ഉണങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ കടുത്ത ദുഃഖം വന്നു. ദുഃഖം കാരണം കരഞ്ഞുപോയി. അപ്പോൾ ഇങ്ങനെയൊരു വചനം കേട്ടു, ഒരു മരം ഉണങ്ങിപ്പോയ കാര്യമോർത്തു താങ്കൾ ദുഃഖിക്കുകയാണോ? അതോർത്ത് കരയുകയാണോ? 1,00,000-ലേറെ വരുന്ന ഇസ്രായേല്യരുടെ കാര്യത്തിൽ താങ്കൾക്ക് ദുഃഖമില്ലേ? അവർ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരല്ലേ?
അവർ ശത്രുക്കളുടെ ബന്ധനത്തിലല്ലേ? അവർ നശിച്ചുപോയിക്കൊള്ളട്ടെ എന്നാണോ വിചാരിക്കുന്നത്? ഈ ചോദ്യം യൂനുസ് നബിയെ അതീവ ദുഃഖിതനാക്കി. യൂനുസ് നബിക്കു വേണ്ടി കടൽത്തീരത്ത് അല്ലാഹു വളർത്തിയത് അത്തിമരമായിരുന്നുവെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതൊരു വാഴയായിരുന്നുവെന്ന് പറഞ്ഞവരുമുണ്ട്. അതിന്റെ ഇലകൾ തണൽ നൽകിയെന്നും വാഴപ്പഴം ഭക്ഷിച്ചുവെന്നും പറയപ്പെട്ടിട്ടുണ്ട്. തന്റെ ജനതയിലേക്ക് പോവാനും അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാനും യൂനുസ് നബിക്ക് കൽപ്പന കിട്ടി. യൂനുസ് നബി തന്റെ ജനതയെ നോക്കി പുറപ്പെട്ടു. നാളുകളോളം നീണ്ടുനിന്ന ദീർഘയാത്ര. ഒരു ആട്ടിടയനെ കണ്ടുമുട്ടി തന്റെ ജനതയുടെ അവസ്ഥയെന്താണെന്ന് ആട്ടിടയനോട് ചോദിച്ചു. ആട്ടിടയൻ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞുകൊടുത്തു. അവരെല്ലാം നന്മയിലും ഐശ്വര്യത്തിലുമാണ്. യൂനുസ് നബി എന്നെങ്കിലും മടങ്ങിവരുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അവർ നബിയെ കാത്തിരിക്കുകയാണ്. യൂനുസ് നബി ആട്ടിടയനോട് പറഞ്ഞു, നീ ആ ജനതയിലേക്ക് ചെല്ലുക. യൂനുസ് ആഗതനായിട്ടുണ്ടെന്നും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് വരികയാണെന്നും നീ ജനങ്ങളിൽ വിളംബരം ചെയ്യുക. ഞാൻ വന്ന കാര്യം എല്ലാവരും അറിയട്ടെ. ഇടയൻ പറഞ്ഞു, അവർ എന്നോട് തെളിവാവശ്യപ്പെടും. ഞാൻ യൂനുസ് നബിയെ കണ്ടുവെന്നതിന് തെളിവെന്താണ്? ഈ ആട് സാക്ഷി നിൽക്കും, ഈ മരവും സാക്ഷി നിൽക്കും. ആട്ടിടയൻ ജനങ്ങൾ തിങ്ങിത്താമസിക്കുന്ന കേന്ദ്രത്തിൽ ചെന്നു. ജനങ്ങളെ സന്തോഷവാർത്ത, യൂനുസ് നബി എത്തിയിരിക്കുന്നു, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് വരികയാണ്. ആളുകളത് വിശ്വസിച്ചില്ല. അവനെ കളവാക്കി തെളിവാവശ്യപ്പെട്ടു. ഒരു ആടും മരവും സാക്ഷി. നാളെ രാവിലെ അവ നിങ്ങളുടെ മുമ്പിൽ സാക്ഷി നിൽക്കും. പിറ്റേന്ന് പ്രഭാതം വരെ കാത്തുനിന്നു. ആട്ടിടയൻ യൂനുസ് നബിയെ കണ്ടുമുട്ടിയ സ്ഥലത്തേക്ക് ജനങ്ങൾ കൂട്ടത്തോടെ വന്നു. യൂനുസ് നബി അവിടെ ഉണ്ടായിരുന്നില്ല. ആടും മരവും സാക്ഷി നിന്നു. ആളുകൾക്ക് വിശ്വാസമായി. അവരുടെ പ്രതീക്ഷ വളർന്നു. പിന്നീട് യൂനുസ് നബി അവരുടെ മുമ്പിലേക്ക് വന്നു. ഹൃദ്യമായ സ്വീകരണം. യൂനുസ് നബിയുടെ പേരിൽ ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്ത് യൂനുസ്. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായത്തിനാണ് ഈ പേര് ലഭിച്ചിട്ടുള്ളത്. മക്കയിലാണ് സൂറത്ത് യൂനുസ് അവതരിച്ചത്. ഇതിൽ 109 വചനങ്ങളുണ്ട്. തൗഹീദ് സ്ഥാപിക്കുകയെന്നതാണ് മുഖ്യലക്ഷ്യം. ബഹുദൈവാരാധകരായ ഖുറൈശികൾക്കിടയിൽ ഏകദൈവ സിദ്ധാന്തം പ്രചരിപ്പിക്കുക, പരലോക ജീവിതത്തിലുള്ള വിശ്വാസമുറപ്പിക്കുക, എല്ലാ കർമ്മങ്ങൾക്കും പ്രതിഫലമുണ്ടെന്ന സന്ദേശം പ്രചരിപ്പിക്കുക, ഇവയൊക്കെയാണ് സൂറത്തിലെ മുഖ്യ പ്രതിപാദ്യം. ഈ അധ്യായത്തിലെ 98-ാം വചനത്തിലാണ് യൂനുസ് നബിയുടെ ജനതയെക്കുറിച്ച് പറയുന്നത്. അതിപ്രകാരമാകുന്നു, എന്നാൽ യൂനുസ് നബിയുടെ ജനത ഒഴിച്ച് ഒരൊറ്റ നാട്ടുകാരും ശിക്ഷയിറങ്ങുന്നതിനു മുമ്പ് എന്തുകൊണ്ട് വിശ്വസിക്കുകയും അങ്ങനെ അവരുടെ വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യുന്നവരായില്ലേ? യൂനുസ് നബിയുടെ ജനത സത്യത്തിൽ വിശ്വസിച്ചപ്പോൾ ഐഹിക ജീവിതത്തിലെ നിന്ദ്യമായ ശിക്ഷ അവരിൽ നിന്ന് നാം അകറ്റി ഒരു നിശ്ചിത കാലം വരെ അവർക്ക് നാം സൗഖ്യം നൽകുകയും ചെയ്തു. വളരെ ശ്രദ്ധേയമായ വചനം. യൂനുസ് നബിയുടെ ജനതക്കുമാത്രം അവകാശപ്പെട്ട വിശേഷണം. യൂനുസ് നബിയുടെ ജനതക്കല്ലാത്ത മറ്റൊരു ജനതക്കും ഈ വിശേഷണത്തിന് അർഹരായില്ല. ഈ സത്യം ഉൾക്കൊള്ളുന്ന മഹത്തായ വചനം, ആ വചനം ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഈ അധ്യായത്തിന് സൂറത്ത് യൂനുസ് എന്ന പേർ വന്നത്. സത്യവിശ്വാസത്തിലേക്ക് വന്നപ്പോൾ യൂനുസ് നബിയുടെ ജനതക്ക് അല്ലാഹു സൗഖ്യവും ഐശ്വര്യവും നൽകി. ഈ അവസ്ഥ കുറേകാലം നിലനിന്നു. ഈസാ നബി വരുന്നതിന്റെ 8 നൂറ്റാണ്ട് മുമ്പുവരെ ഈ നില തുടർന്നു. അപ്പോഴേക്കും എത്രയോ തലമുറകൾ കടന്നുപോയി കഴിഞ്ഞിരുന്നു. യൂനുസ് നബിയെ കണ്ടവരുടെ കാലം കഴിഞ്ഞു. അവരെ കണ്ടവരുടെ കാലവും കഴിഞ്ഞു. പിന്നെയും തലമുറകൾ പലത് കടന്നുപോയി. പിന്നെ സത്യവിശ്വാസം നഷ്ടപ്പെട്ട തലമുറകളുടെ കാലം വന്നു. അതോടെ നേരത്തെ പറഞ്ഞ സൗഖ്യം നഷ്ടപ്പെടുകയും ചെയ്തു. യൂനുസ് നബിയുടെ തിരിച്ചുവരവിനുശേഷം വളരെ സജീവമായ ദീനീ പ്രവർത്തനമാണ് നീനവായിൽ നടന്നത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും കാലം. എല്ലാവിധ ഐശ്വര്യങ്ങളും കൈവന്നു. കാലം പിന്നെയും ഒഴുകിപ്പോയി. നിരവധി ആളുകൾ മരിച്ചുപോയി. പുതിയ തലമുറ വളർന്നുവന്നു. അവർക്കൊരു നീതിമാനായ രാജാവിന്റെ ആവശ്യം വന്നു. യൂനുസ് നബി തിരിച്ചുവന്നപ്പോൾ ആദ്യമായി കണ്ടുമുട്ടിയ ആട്ടിടയനെ ഓർക്കുമല്ലോ. ആ ആട്ടിടയനെ രാജാവായി വാഴിച്ചു. ആ സമൂഹത്തിന് നീതിമാനായ രാജാവിനെ കിട്ടി. ഇസ്രായേലികൾ വിമോചിതരായി. അവർക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാമെന്നായി. പലരും ഫലസ്തീനിലേക്ക് മടങ്ങിപ്പോയി. ചിലർ നീനവായിൽ തങ്ങി രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ചു. യൂനുസ് നബി വാർദ്ധക്യത്തിലേക്ക് കടന്നു. രാഷ്ട്രഭരണവും ദീനീ പ്രവർത്തനങ്ങളുമെല്ലാം നല്ല നിലയിൽ നടന്നുവരുന്നു. തനിക്ക് ഇബാദത്തിന് കൂടുതൽ സമയം വേണം. സെയ്ഹൂൻ മലയിലേക്ക് നീങ്ങാം. അവിടത്തെ വിജനമായ പ്രദേശത്ത് ആരാധനകൾ നിർവഹിക്കാം. 70 അനുയായികൾ അദ്ദേഹത്തോടൊപ്പം മലയിലെത്തി. അല്ലാഹുവിനെക്കുറിച്ചുള്ള ചിന്തയിൽ ലയിച്ചുപോയ ജീവിതം. തന്റെ ജീവിതപാതയിലേക്ക് തിരിഞ്ഞുനോക്കാം. കുട്ടിക്കാലം. ഉമ്മായുടെ സ്നേഹം നിറഞ്ഞ പരിചരണം. ഇല്യാസ് നബി തന്റെ കൊച്ചുവീട്ടിൽ വന്ന് താമസിച്ചത്. ഉമ്മായുടെ മരണം. തുടർന്നുള്ള ദുഃഖം നിറഞ്ഞ കാലഘട്ടം. പിന്നെ എന്തെല്ലാം അനുഭവങ്ങൾ. തനിക്ക് അനുവദിക്കപ്പെട്ട ആയുസ് തീരുകയാണ്. തന്റെ അന്നവും വെള്ളവും അവസാനിക്കുന്നു. മരണത്തിന്റെ മാലഖയെത്തി. മലമുകളിൽ വെച്ച് ആ ധന്യജീവിതത്തിന് അന്ത്യം കുറിച്ചു. യൂനുസ് നബിയുടെ നിശ്ചലമായ ശരീരം. അനുയായികൾ ശേഷക്രിയകളെല്ലാം നന്നായി നിർവഹിച്ചു. മലയിൽ ഖബർ നിർമ്മിച്ചു. പുണ്യപ്രവാചകന്റെ ഭൗതിക ശരീരം മണ്ണിലേക്ക് താഴ്ന്നു. കാലം പിന്നെയും ഒഴുകി. യൂനുസ് നബി അതിശയം വിതറുന്ന ഓർമ്മയായി മനുഷ്യമനസ്സുകളിൽ നിലനിന്നു. അല്ലാഹു അവന്റെ അനുഗ്രഹീത ദാസന്മാരിൽ നമ്മെ പെടുത്തിത്തരട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.